വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ദി വേർഡ്സ്. വേർഡ്സിന്റെ പവറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേർഡ്സിന്റെ പവറിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഒരു കഥ പറഞ്ഞു തരാം. ഒരിടത്ത് ഒരു ബാലനുണ്ടായിരുന്നു. അവൻ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു അവരുടെ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ. അങ്ങനെ ആ ബാലൻ ആ ലെറ്ററായിട്ട് വീട്ടിൽ വന്നു, അമ്മയുടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ വായിച്ചു ആ ലെറ്റർ. നിന്റെ മകൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സ്കൂളിലെ പരിമിതികൾ വെച്ച് പറ്റത്തില്ല പഠിപ്പിക്കാൻ, അതുകൊണ്ട് നീ തന്നെ നിന്റെ മകനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്ക് മാറ്റുക എന്നതായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. പിൽക്കാലത്ത് അവൻ്റെ അമ്മ മരിച്ചു പോവുകയും അങ്ങനെ അവൻ ആ ലെറ്റർ തേടി പോവുകയും ചെയ്തു. അങ്ങനെ അവൻ തേടിപ്പോയി, അവൻ ആ ലെറ്റർ കിട്ടി. ആ ലെറ്റർ കിട്ടിയപ്പം ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: നിന്റെ മകൻ പഠിക്കാൻ പുറകോട്ടാണ്, ഇവിടെ ഇനി തുടരാൻ സാധിക്കില്ല എന്ന രീതിയിലായിരുന്നു. അവൻ്റെ അമ്മയുടെ വാക്കുകളാണ് അവനെ ഇത്രത്തോളം വളർത്തിയത്. ആ ബാലൻ ആരാന്ന് നിങ്ങൾക്കറിയാവോ? ഇന്ന് അറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ ആണ് ആ ബാലൻ. തോമസ് ആൽവ എഡിസൺ ഇത്രത്തോളം വരണമെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തെ എത്രത്തോളം മുന്നിലേക്ക് നയിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഗുരുവിന്റെയും കുറെ അധികം ആൾക്കാരുടെയും കഥ പറയാം. ഒരിടത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പവർ ഓഫ് ദി വേർഡ്സിനെ പറ്റി. അപ്പം ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നതിനൊന്നും ഒരു കാര്യവുമില്ല. ഈ പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് വെറും സൗണ്ടുകൾ മാത്രമാണ്. നിങ്ങൾ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുരു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ നേരെ പറഞ്ഞു, ഹേ വിഡ്ഢി, നീ എന്താണ് ഈ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങി. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അത് കൊണ്ടു, നന്നായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ഗുരു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അത് വെറും ഒരു സൗണ്ട് മാത്രമല്ലേ, വെറും ഒരു വേർഡ്സ് മാത്രമല്ലേ, നിങ്ങൾ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യനാണെങ്കിൽ അത്രയും ജനത്തിന് മുമ്പിലും തല കുനിച്ചു നിന്നിട്ട് പറഞ്ഞു, എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണേ ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ആ മനുഷ്യനോട് പറഞ്ഞു, നമ്മൾ പറയുന്ന ചെറിയ വാക്ക് പോലും ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു നല്ല വാക്ക് ഒരാളുടെ മനസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരെ വേദനിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നാളെ ഒരു മനുഷ്യൻ അവൻ്റെ ആ ഒരു ലൈഫ് തന്നെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഗുരു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. എനിക്കും നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ വെറുതെ നിസാരം എന്ന് പറയുന്ന വാക്കായിരിക്കാം ഒരാളുടെ ലൈഫ് തകർക്കുന്നത്. പക്ഷെ നമ്മൾ നിസാരം എന്ന് പറയുന്ന വാക്കായിരിക്കാം ഒരാളുടെ ലൈഫ് തിരിച്ച് പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വെറുതെ കളിയാക്കരുത്, ആരെയും കളിയാക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം അപ്രീഷിയേറ്റ് ചെയ്യണം. എടാ, നിന്നെ കാണാൻ കൊള്ളാം, നീ നന്നായിട്ട് ചെയ്തു, നീ നന്നായിട്ട് സെമിനാർ എടുത്തു, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ത് രസമുണ്ട്, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ദൈവം ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ബ്ലെസ്സിങ് അയക്കും, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ വേറൊരു സ്ഥാനത്ത് ചെല്ലുന്ന സമയത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ വാക്കുകളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. നമ്മൾ ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടും. നല്ലത് ചെയ്താൽ നല്ലതും കിട്ടും, ചീത്ത ചെയ്താൽ ചീത്തയും കിട്ടും. പരമാവധി വാക്കുകൾ കൊണ്ട് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. സ്മൈൽ ആൻഡ് ബി